ആഴ്ച പുറത്തെറിയപ്പെട്ടയിടത്ത് നിന്ന് അകത്തേക്ക്, ആളും പേരുമുള്ള ഇടത്തേക്ക് യേശു നിന്നെ, അതെ സഹോദര സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങളെ കൊണ്ടുവരും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക്, അതെ മാറ്റം മാനുഷികമല്ല എന്ന് വരികിൽ അത് ദൈവികം തന്നെ, പ്രാർത്ഥനയിലൂടെ വചന ധ്യാനത്തിലൂടെ നമ്മൾ ഒരുമിച്ച് നേടിയെടുത്തത് തന്നെ. നിങ്ങൾ ആ സന്തോഷങ്ങൾ അറിയിക്കുമ്പോൾ നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുന്നു, ഒപ്പം മറക്കാതെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോഴും സ്തുതിയോടുകൂടെ നിങ്ങൾക്കൊപ്പമായിരിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും പ്രതീക്ഷയും അതുതന്നെയാണ്. ഓരോ ദിവസങ്ങളിലും ഞങ്ങൾക്ക് വരുന്ന ഓരോ ഫോൺ കോളുകളിലും ദൈവത്തെ സ്തുതിക്കുവാനുള്ളത് എൻ്റെ ദൈവമേ നീ ഞങ്ങളെ വിളിക്കുന്നവരുടെ ജീവിതത്തിൽ നൽകണമേ. അതെ, നിങ്ങളുടെ ഫോൺ കോൾ ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. സാക്ഷ്യ സ്വരത്തോടെ നിങ്ങൾ ആ സന്തോഷ വർത്തമാനം അറിയിക്കുന്നത് കേൾക്കുവാൻ. ദൈവദാസനെ, ആദ്യ തവണ നിങ്ങളെ ഞങ്ങൾ വിളിച്ചപ്പോൾ കണ്ണുനീരോടെ, വേദനയോടെ, നിരാശയോടെ, ഒരു പ്രതീക്ഷയുമില്ലാത്ത അനുഭവത്തിൽ നിന്ന് വിളിച്ചു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ളതുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു. എത്ര പറഞ്ഞാലും മതിവരാത്ത അത്ഭുതം ഞങ്ങൾ കാണുന്നു ഒത്തിരി പേരുടെ ജീവിതത്തിൽ. അതെ, അത് പ്രാവർത്തികമായത് ഞങ്ങൾ അവരിലൂടെ അറിഞ്ഞതാണ്. ഞങ്ങളെ നിലനിർത്തുന്നതും അത് തന്നെയാണ്. നിങ്ങളും അവിധത്തിൽ ഈ വരുന്ന ദിവസങ്ങളിൽ സാക്ഷ്യം പറയും. അവിധത്തിൽ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണമുള്ള ഒരു മാറ്റം, ആ മാറ്റത്തെക്കുറിച്ച് കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനയുടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചനദൂതായി നിങ്ങൾക്ക് കൈമാറി. എറിഞ്ഞ് കളയപ്പെട്ടയിടത്ത് നിന്ന്, അവിടെ നിന്ന് തന്നെ. അയ്യോ, എന്താ ഇനി ഒരു കാര്യമില്ല, അവർക്ക് വേണ്ട, അവർ പൂർണ്ണമായിട്ട് ഒഴിവാക്കി കളഞ്ഞതാ അല്ലേ സഹോദരി? അല്ല, ഭർത്താവിൻ്റെ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ ചേർന്ന് ആ ഒരു കോടതി വിധിയുടെ പേര് പറഞ്ഞ് നിന്നെ ഒഴിവാക്കി. ഇല്ല, ആ വിധിയെ മാറ്റി എഴുതുന്ന ഒരു ദൈവമുണ്ട്. നിന്നോടാ സഹോദരി, കോടതി എഴുതിയ വിധിയെ മാറ്റി എഴുതി നീ എവിടെ നിന്ന് പറിച്ചെറിയപ്പെട്ടോ അവിടേക്ക് നിന്നെ തിരികെ കൊണ്ടു ചെല്ലുന്ന ഒരു ദൈവമുണ്ട്. ഓ, താങ്ക് യു, ആമേൻ, സ്തോത്രം. അതെ, നിന്റെ കുടുംബ ജീവിതത്തിലേക്ക് കർത്താവ് നിന്നെ തിരികെ പ്രവേശിപ്പിക്കുവാൻ പോകുക. ആമേൻ. അവരുടെ മധ്യേ തന്നെ പദ്ധതികൾ ഒരുക്കി, നീ ചെയ്യാത്തതും അറിയാത്തതും പറഞ്ഞ് അത് നിന്റെ തലമേൽ കെട്ടിവെച്ച് ആട്ടി ഓടിക്കുവാൻ പെടാപ്പാടുപെട്ട അവരുടെ മധ്യേ എൻ്റെ ദൈവം നിന്നെ കൊണ്ട് നിർത്തും. ബാക്കി വഴിയെ പറയാം. ആമേൻ. അല്ലേ മാതാവേ? അയ്യോ ദൈവദാസനെ, എൻ്റെ കുഞ്ഞൊരു പാവ, ഒരു പൊട്ടനാ, അവനെ പെടുത്തിയതാ. അത് തന്നെ, അവനെ പെടുത്തിയതാ. അവരെല്ലാം കൂടെ പെടുത്തി അവനെ വലിച്ച് പുറത്ത് കളഞ്ഞു. ബാക്കി എല്ലാവരും സേഫായി, നിന്റെ ചെറുക്കൻ മാത്രം പെട്ടു. പ്രിയമ്മയെ കേൾക്ക്, നിന്നോടാ പെട്ടുപോയ സ്ഥാനത്ത് നിന്ന് എൻ്റെ ദൈവം നിന്റെ തലമുറയെ പുറത്തു കൊണ്ടുവരും. ആ കേസിൽ അവൻ്റെ ഭാവി നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പറയുന്നുണ്ട്, അറിയുന്നവരും കേൾക്കുന്നവരും. നിനക്കത് മനസ്സിലാകുന്നുമുണ്ട്. രക്ഷപ്പെടത്തില്ല, അവന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അവിധത്തിൽ അവർ കുരുക്കിക്കളഞ്ഞു. അത് തന്നെ, അവിധത്തിൽ അവർ കുരുക്കിക്കളഞ്ഞു. ആ കുരുക്കുകളെ പൊട്ടിച്ച് നിന്റെ തലമുറയെ എൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരിക. ഓ, താങ്ക് യു ലോർഡ്. ആ കൂട്ടുകെട്ടുകളെ പൊട്ടിച്ച് നിന്റെ തലമുറയെ എൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരിക. ആ കുരുക്കിന്, ആ വിചാരത്താൽ, മന്ത്രവാദത്താൽ, ക്ഷുദ്ര പ്രയോഗത്താൽ നിന്റെ തലമുറയെ കുരുക്കിയിട്ടിരിക്കുന്ന അത് തന്നെ. നിന്റെ മകളെ, അവൾക്ക് വിദ്യാഭ്യാസമുണ്ട്, അവൾക്ക് അറിവുണ്ട്, ചിന്തിക്കുവാനുള്ള കഴിവുണ്ട് നിന്നെക്കാൾ ഉപരി. എന്നിട്ടും അത് ദിവ്യ പ്രണയമല്ല, പെടുത്തിയതാ. നിന്റെ തലമുറയെ പെടുത്തിയ സ്ഥാനത്ത് നിന്ന് എൻ്റെ കർത്താവ് അവളെ പുറത്തു കൊണ്ടുവരിക. ആ മന്ത്രവാദത്തിൻ്റെ, ആ വിചാരത്തിൻ്റെ കെട്ടുകളെ അഴിച്ച്, യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്ന മാതാവ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. താങ്ക് യു ലോർഡ്. ആമേൻ. പെടുത്തിയിട്ടിരിക്കുക. ഇനി പുറത്തു വരുന്നത് കാണാം, നോക്കാം.
അവിടെ നിന്ന് തന്നെ വേണ്ട എന്ന് അയ്യോ, സങ്കടം അല്ലേ സഹോദര? ചങ്കുകത്തുന്ന വേദന അല്ലേ സഹോദരി? നിന്റെ നല്ല സമയം മുഴുവൻ കഷ്ടപ്പെട്ട, നിന്റെ നല്ല സമയം മുഴുവൻ അധ്വാനിച്ച ആ സ്ഥാപനത്തിൽ നിന്ന് പെട്ടെന്ന് പറഞ്ഞു വിടുമ്പോൾ അയ്യോ, ഇനി എന്ത് ചെയ്യും മോനെ? നീ കരയുക. ഞാൻ ഈ നാട്ടിൽ പോയാൽ എൻ്റെ വീട്ടുകാർ, അവർ വരുത്തി വെച്ച ബാധ്യതകൾ, അവർ ഒരുപാട് പ്രതീക്ഷയോടെ എന്നെ അയച്ചത്, പക്ഷെ അവരെന്നെ ഉപേക്ഷിച്ചു. എനിക്ക് മാത്രം ജോലിയില്ല. ഇവിടെ വന്ന് പഠിക്കാൻ, അതെ, ആ രാജ്യത്ത് അവിടെ പഠിക്കാനുള്ള ഒരു നിവൃത്തിയുമില്ല. അവിടെ ഒരു ജോലി കിട്ടും, ആ ജോലി കൊണ്ട് പഠിക്കാം, കടന്നു വരുവാൻ എടുത്ത ആ ബാധ്യതകളിൽ നിന്ന് പുറത്തു വരാം. ഇങ്ങനെ ഒത്തിരി പ്രതീക്ഷകളോടെ കടന്നുപോയത്. ചില ദിവസങ്ങൾ നിന്റെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണമുള്ളത് കിട്ടി. വർക്കിംഗ് അവേഴ്സ് കുറഞ്ഞു വരും. ഭാരപ്പെടുകയാണ്. അവർ നിന്നെ എറിഞ്ഞു കളയുക. ആമേൻ. നിന്നോട് വരണ്ട എന്ന് പറഞ്ഞ ആ സ്ഥാപനത്തിലേക്ക് കർത്താവ് നിന്നെ തിരികെ കൊണ്ടുചെല്ലുക. ഓ യെസ്, യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അതെ കുഞ്ഞെ, ആ സ്ഥാപനത്തിലേക്ക് നിനക്കിനി തരുവാൻ സമയമില്ല, നിനക്ക് വർക്കിംഗ് അവേഴ്സ് ഇല്ല എന്ന് പറഞ്ഞ ആ സ്ഥാപനത്തിലേക്ക് കർത്താവ് നിന്നെ തിരികെ കൊണ്ടു ചെല്ലുക. ഓ താങ്ക് യു ലോർഡ്. സഹോദരി, നീ ജോലി ചെയ്യണ്ട എന്ന് പറഞ്ഞ, സഹോദര, നീ ഇനി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ ആ സ്ഥാപനത്തിലേക്ക്, നിന്റെ ഒത്തിരി നാളത്തെ കഷ്ടപ്പാട് കിടക്കുന്ന ആ സ്ഥാപനത്തിലേക്ക്, നിന്റെ മുൻപോട്ടുള്ള ഭാവി പ്രതീക്ഷകളും സ്വപ്നങ്ങളും കിടക്കുന്ന ആ സ്ഥാപനത്തിലേക്ക് എൻ്റെ യേശു നിന്നെ തിരികെ കൊണ്ടുവരുവാൻ പോകുക. ഓ ആമേൻ. അവിടെ നിന്ന്, എറിയപ്പെട്ടയിടത്ത് നിന്ന്, വെറുമ്പാക്കല്ല കേട്ടോ, വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ പോരാ, ദൈവത്തിൻ്റെ വചനം തെളിവായി ആവശ്യം. നോക്കൂ, യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം. പെട്ടെന്ന് ബൈബിൾ വായിക്കുന്ന, എന്നെ കേൾക്കുന്ന, അത് പ്രൈസ് ഓഫ് ഫാമിലിക്ക് ഒപ്പമുള്ളവർ ബൈബിൾ വായിക്കുന്നവരാണ് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വിശ്വാസം തെറ്റിപ്പോകുവാൻ ഇടവരുത്തരുത്. നിങ്ങൾ ബൈബിൾ വായിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടും. ഈ ലോകത്തിൽ ചെറുകുറുക്കന്മാർ ഒത്തിരിയുണ്ട്. വാക്ചാതുര്യം കൊണ്ടും ജ്ഞാനം കൊണ്ടും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ, ഇതൊരു വല്ലാത്ത കാലഘട്ടമാണ്. സ്റ്റേജുകളിൽ മുഴങ്ങുന്ന പ്രസംഗങ്ങൾ പോലും ഏതൊക്കെ വിഷയങ്ങളെ സംബന്ധിച്ചാണെന്ന് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നമ്മുടെ വിഷയം അതല്ലല്ലോ. നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരായതുകൊണ്ട് യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ചിന്തയിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് അത് തന്നെ, കാനാവിലെ കല്യാണ വീട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെതായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ അത്ഭുതം. ആദ്യമെന്ന് പറഞ്ഞ് അങ്ങനെ കൊച്ചാക്കേണ്ട. യേശു ചെയ്തതിൽ ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും വലിയ അത്ഭുതമാണ് കാനാവിലെ കല്യാണ വീട്ടിൽ ചെയ്ത അത്ഭുതം. ഞാനങ്ങനെ വിശ്വസിക്കുവാൻ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒത്തിരി കഷ്ടതയുടെ അനുഭവങ്ങളിൽ എന്നെ ബലപ്പെടുത്തുകയും, അതെ, ആ കാനാവിലെ കല്യാണ വീട്ടിൽ ചെയ്ത അത്ഭുതങ്ങളെ എൻ്റെ ജീവിതത്തിൽ ആവർത്തിച്ച് എന്നെ കർത്താവ് മാനിക്കുകയും നിങ്ങൾക്ക് പ്രയോജനമുള്ളവനായി നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ, ചിലപ്പോൾ നിങ്ങൾക്ക് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെതായ മറ്റേതെങ്കിലും ഒരു അത്ഭുതമായിരിക്കാം അങ്ങനെ ഏറ്റവും വലിയൊരു അത്ഭുതമായി തോന്നുന്നത്. അത് തർക്ക വിഷയമല്ലല്ലോ, അവിടെ നിൽക്കട്ടെ. കാനാവിലൊരു കല്യാണ വീട്. അവിടെ കർത്താവ് യേശു ക്രിസ്തു ഉണ്ട്, യേശു ക്രിസ്തുവിൻ്റെ അമ്മയുണ്ട്, ശിഷ്യന്മാരുണ്ട്. വളരെ സന്തോഷത്തിൻ്റെതായ ഒരു ചടങ്ങ് നടക്കുവാൻ പോകുന്ന ഭവനം. വിവാഹം എല്ലാം ഉറപ്പിച്ചു, എല്ലാമായി. പക്ഷേ ആ ക്യാഷ് കിട്ടിയിട്ടില്ല. അല്ലേ സഹോദരി? ടെൻഷനാ. മോളോട് എന്ത് പറയും? അവൾക്കിത് സഹിക്കാൻ പറ്റുമോ? ഒത്തിരി വിവാഹങ്ങൾ മുടങ്ങിയതിന് ശേഷമാണ് അല്ലേ? പ്രാർത്ഥിക്കുക, കർത്താവ് മകളുടെ വിവാഹത്തിന് വേണ്ട ആ നന്മ നിന്റെ കരങ്ങളിൽ തരിക, നിന്റെ ഒഴിഞ്ഞ കരങ്ങളിൽ. ഓ സ്തോത്രം, ആമേൻ. അക്കൗണ്ടിലല്ല, നിന്റെ കരത്തിൽ ഒരു ബ്രൗൺ കവറിൽ നിന്റെ മകളുടെ വിവാഹത്തിന് വേണ്ട നന്മ മടക്കി, സ്തോത്രം, കർത്താവ് തരുവാൻ പോവുക. യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പ്രവചന നിവൃത്തിയാകുമ്പോൾ വിളിച്ചു പറയണേ. ആമേൻ. സ്തോത്രം. എല്ലാം ഒരുക്കി, എല്ലാം റെഡിയാകുമ്പോൾ നിന്നുപോകും. അയ്യോ, ലെറ്റർ വരെ അടിച്ചിട്ട് നിന്നുപോയി. സങ്കടമല്ലേ? ഇത്തവണ അതുണ്ടാകത്തില്ല. അനുഗ്രഹിതമായി നിന്റെ മകളുടെ വിവാഹം നടക്കുവാൻ പോകുക, നിന്റെ മകൻ്റെ വിവാഹം നടക്കുവാൻ പോകുക. എന്താ അവരോട് ഉള്ളിടത്തോളം ഇത് എല്ലായിടത്തുള്ള പ്രശ്നമാണ്. ചിലരൊക്കെ ഉള്ളിടത്തോളം കാലം വിവാഹം നടക്കത്തില്ല. പെങ്കൊച്ചിനെ ഇറക്കി വിടാൻ സമ്മതിക്കത്തില്ല. എന്തിനാണോ എന്തോ അറിയത്തില്ല.
അങ്ങ് 2, 3, 4 ഒക്കെ പറഞ്ഞ് നിൽക്കുക. അവൻ അങ്ങനെയാണ്, ഇവൾ അങ്ങനെയാണ്. ഇത് കേട്ട് വിശ്വസിക്കാൻ വേണ്ടി വേറൊരു കൂട്ടൻ. പിള്ളേരെ കെട്ടിച്ചു വിടുന്നതല്ലേ, അപ്പോൾ കേൾക്കുമ്പോൾ അവർ വിശ്വസിച്ചു പോവും. മനുഷ്യരല്ലേ. ഇനി നിന്റെ തലമുറകളെക്കുറിച്ച് അപവാദം പറഞ്ഞ് അവരുടെ വിവാഹത്തെ മുടക്കുവാൻ ആ തെരിക്കോണുകളിൽ ചിലരെ നീ തിരഞ്ഞു നോക്കിയാലും കാണത്തില്ല. ആമേൻ. സ്തോത്രം. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. നോക്കിയേ, അപ്പോ വിവാഹത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ ആയി സന്തോഷവതാ പടികടന്ന് വരുവാൻ പോകുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു നിരാശയുടേതായ അനുഭവം ആ ഭവനത്തിനകത്ത് വരികയാണ്. വീഞ്ഞ് തീർന്നു പോയി. വിരുന്നുകാരൊക്കെ വരുന്നുണ്ട്, വിളമ്പി കൊടുക്കുന്നുണ്ട്, ഒന്നും ആകുന്നില്ല. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. പെട്ടെന്ന് വിരിഞ്ഞങ്ങ് തീർന്നു. വലിയ സങ്കടകരമായൊരു സമയം. എന്തു ചെയ്യണമെന്നറിയാതെ എല്ലാവരും പതക്കപ്പെട്ടു പോകുന്ന, അയ്യോ, ഒരു വല്ലാത്തൊരവസ്ഥ അനുഭവിച്ചിട്ടില്ലേ? അത് തന്നെ. ഒത്തിരി പ്ലാൻ ചെയ്തെല്ലാം റെഡിയാക്കി വീട് പണി തുടങ്ങി. ആ ലോണ് കിട്ടുമെന്ന് വിചാരിച്ചു. നിന്റെ അവകാശം അത് തന്നെ, നിന്റെ അവകാശം കിട്ടുമെന്ന്, നിനക്ക് അവകാശപ്പെട്ടത് കിട്ടുമെന്ന്, നിന്റെ ഓഹരി വിൽപ്പന നടക്കുമെന്ന് വിചാരിച്ചു. വസ്തു വിൽപ്പന നടന്നിട്ടില്ല. പ്രാർത്ഥിക്ക് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് അതിന്റെ ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കുവാൻ ഇടവരുത്താത്ത വിധത്തിൽ ആ വസ്തു കച്ചവടത്തെ തടഞ്ഞു വയ്ക്കുന്ന എല്ലാ പോരുകളും എല്ലാ വ്യക്തികളുടെ ഇടപെടലുകളും യേശുവിൻ നാമത്തിൽ ആമേൻ. സ്തോത്രം. അതുവരെ ഓക്കെയാ. നിന്റെ ഷെയറല്ലേ, നീ വിറ്റോ എന്ന് പറഞ്ഞവരാ. ഇപ്പോ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ലക്ഷ്യം ഒന്നു മാത്രമേ ഉള്ളൂ, നിന്റെ ആ ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെടരുത്. അതങ്ങനെ പകുതി വഴിയിൽ നിൽക്കണം. ആ ലോണെല്ലാം ഓക്കെ ആയതാ, പക്ഷേ ലോണ് കിട്ടുന്നില്ല. പലിശക്കെടുത്ത് വലിയ കടക്കാരനായി മാറേണ്ടി വരുന്ന അവസ്ഥ. അല്ലാതെ നീ ഭയപ്പെടുന്നുണ്ട്. കേൾക്ക്, നീ ഭയപ്പെടുന്നതല്ല, നീ ചിന്തിച്ചതിനും അപ്പുറമായി മനോഹരമായി നീ തുടങ്ങിയ നിന്റെ ഭവനത്തിന്റെ പണിയെ എൻ്റെ കർത്താവ് പൂർത്തീകരിക്കും. യെസ്, യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. കർത്താവ് അതങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി അവൻ ആ പൂർത്തീകരണം. ലോൺ കിട്ടാത്തതുകൊണ്ട് മാതാവേ, നിന്റെ മകളുടെ ആ പഠനം പകുതി വഴിയിൽ അവസാനിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. അത് പകുതി വഴിയിൽ മുടങ്ങി പോകത്തില്ല. അവളുടെ ജീവിതം പകുതി വഴിയിൽ അവസാനിച്ചു പോകത്തില്ല. നിന്റെ കുടുംബ ജീവിതം പകുതി വഴിയിൽ അവസാനിച്ചു പോകത്തില്ല. നോക്കൂ, പരപരപ്പു. അയ്യോ, എന്ത് ചെയ്യും? തുടർന്ന് കർത്താവ് ചെയ്യുവാൻ പോവുക. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് കേട്ടോ. കർത്താവ് എന്ന് പറയുമ്പോൾ ഇനി യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ തെറ്റിദ്ധരിക്കണ്ട. അങ്ങനെയും ചിലരുണ്ട്. തെറ്റിദ്ധാരണയുടെ പുറത്ത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് വിളിക്കുന്നവരൊക്കെ ഉണ്ട്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ യേശു കർത്താവ് അവിടെ നിൽക്കുന്നവരോട് പറയുക, ഒരു 6 കൽപാത്രങ്ങൾ, കല്ലിലുള്ള പാത്രങ്ങൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ടു. ഈ വീട്ടിൻ്റെ പുറത്തത് കിടപ്പുണ്ട്. മഴയൊക്കെ കൊണ്ട് പൊടിയൊക്കെ അടിച്ച് പായലൊക്കെ പിടിച്ച്. നിങ്ങൾ കാര്യം ചെയ്തോ, അതിനെ അകത്തെടുത്തോ. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ. ഞാനിങ്ങനെ പ്രാർത്ഥനാ മുറിക്കകത്തായിരിക്കുമ്പോൾ കർത്താവിനോട് ചോദിക്കാറുണ്ട്, കർത്താവേ, ഈ 6 കൽപാത്രങ്ങളിൽ ആ വീട്ടിലുണ്ടായിരുന്ന മറ്റു പാത്രങ്ങളിലൊന്നും ഇല്ലാത്ത എന്ത് വിശേഷതയാണ് നീ കണ്ടത്? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മോനെ, ആ കൽപാത്രവും നീയും ഒരു സമയത്ത് ഒരുപോലെയായിരുന്നു, എറിയപ്പെട്ടതായിരുന്നു. ആ കൽപാത്രങ്ങളിൽ ഞാൻ കണ്ട പ്രത്യേകത യേശു അറിയാം. അത് ആ സന്തോഷം നടക്കുന്ന ഭവനത്തിൽ ഒരു ചതുർത്ഥി പോലെ, ആർക്കും കാണാൻ താല്പര്യമില്ലാത്ത, ആർക്കും ശ്രദ്ധിക്കുവാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ആ കൽപാത്രങ്ങൾ. അതിനന്ന് അവിടെ പ്രസക്തിയില്ല. അരക്കരയുന്നുണ്ട്. എൻ്റെ കുടുംബത്തിൽ എനിക്കൊരു പ്രസക്തിയില്ല. എൻ്റെ വീട്ടിനകത്തും, എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിലും, എൻ്റെ ഭാര്യയുടെ ജീവിതത്തിലും, എൻ്റെ മക്കളുടെ ജീവിതത്തിലും, എൻ്റെ സഹോദരങ്ങളുടെ ജീവിതത്തിൽ എനിക്കൊരു പ്രസക്തിയില്ല, എനിക്കൊരു വിലയുമില്ല. അവരുടെ സന്തോഷങ്ങൾക്കൊപ്പം നിൽക്കുവാൻ അവർക്ക് എന്നെ ആവശ്യമില്ല. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ വലിഞ്ഞു കയറി ചെന്നിട്ട് പോലും ഒപ്പം നിർത്താതെ അവരെന്നെ അട്ടി ഓടിക്കുക. ആ വീട്ടിനകത്ത് ആ സമയത്ത് ആർക്കും വേണ്ടാത്ത, ആർക്കും ശ്രദ്ധിക്കുവാൻ വയ്യാത്ത വിധത്തിൽ പുറംപറമ്പിൽ എറിയപ്പെട്ടു പോയ കൽപാത്രങ്ങൾ. യേശു പറഞ്ഞു, മോനെ, അവരതിനെ കാണുന്നില്ലെങ്കിലും ഞാനതിനെ കാണുന്നുണ്ട്. യേശുവേ, അതുപോലെ യേശു ഒരിക്കൽ എന്നെ കണ്ടതാ. അങ്ങനെ
വീട്ടുകാരെറിഞ്ഞു കളഞ്ഞ്, ബന്ധുക്കളും ചാർച്ചക്കാരും എല്ലാം എറിഞ്ഞു കളഞ്ഞ് എന്നെ ഒരിക്കൽ എൻ്റെ യേശു കണ്ടതാ. ആ യേശു എന്നെ കണ്ടതുകൊണ്ടാണ്, വേറെ ആരും കണ്ടതുകൊണ്ടല്ല, യേശു എന്നെ കണ്ടതുകൊണ്ടാണ് നിങ്ങളുടെ അടുക്കൽ ആ യേശുവിനെ കുറിച്ച് പറയുവാൻ തക്കവണ്ണം ഞാനായിരിക്കുന്നത്. നിന്നെ യേശു കാണുന്നുണ്ട്. എന്നെപ്പോലെ തളർന്ന അനേകരോട് യേശുവിനെ കുറിച്ച് പറയുവാൻ സഹോദരി, ആ ജോലി സ്ഥലത്ത് എറിയപ്പെട്ടവളായി ഒഴിവാക്കപ്പെട്ടവളായിരിക്കുന്ന നിന്നെ യേശു കാണുന്നുണ്ട്. ആരും കാണുന്നില്ല നിന്റെ സങ്കടം. അതാ, എൻ്റെ ഭർത്താവ് എന്നെ കാണുന്നില്ല, അവൻ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എൻ്റെ മക്കൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും. ആർക്കും മനസ്സിലാവത്തില്ല. ഞാനത് അനുഭവിച്ചിട്ടുള്ളതാണ്. നമ്മൾ ആർക്കും മനസ്സിലാവത്തില്ല. പക്ഷേ മനസ്സിലാവുന്ന യേശു, എൻ്റെ യേശുപ്പൻ നിന്നെ കാണുന്നുണ്ട്. യേശുപ്പൻ നിന്നെ കാണുന്നുണ്ട്. ആ എറിയപ്പെട്ട സ്ഥാനത്ത് യേശുപ്പൻ നിന്നെ കാണുന്നുണ്ട്. യേശുപ്പൻ കണ്ടു എന്ന് പറഞ്ഞാൽ ആമേൻ, മറ്റുള്ളവരെ പോലെ നോക്കിയിട്ട് അതവിടെ കിടക്കട്ടോ എന്ന് പറഞ്ഞിട്ട് പോകത്തില്ല. എവിടെ നിന്നാണോ അത് ഒഴിവാക്കപ്പെട്ടത് അവിടേക്കല്ല, അതിലും ശ്രേഷ്ഠകരമായ സ്ഥാനത്തേക്ക് യേശു അതിനെ കൊണ്ടുവരും. നീ എവിടെ നിന്നാണോ ഒഴിവാക്കപ്പെട്ടത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, അവിടേക്കല്ല, അതിലും ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്ക് എൻ്റെ യേശു നിന്നെ തിരികെ കൊണ്ടുവരും. അതെ, ആ കുടുംബത്തിലേക്ക് നിന്നെ തിരികെ കൊണ്ടുവരും. ആ ഭവനത്തിലേക്ക് നിന്റെ മകളെ എൻ്റെ യേശു തിരികെ അയക്കും. ആമേൻ, സ്തോത്രം. വേറെ വിവാഹം നോക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന നാട്ടുകാരോട് പോയി പണി നോക്കാൻ പറ. അവളെ ഒരിക്കൽ കെട്ടിച്ചു കൊടുത്തതാ. അവർ തന്നെ ഒരുമിച്ച് ഈ ജീവിതകാലം ഭൂമിയിൽ ജീവിക്കും. യെസ്, ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. ആമേൻ. അവിടെ നിന്നും ഒറ്റയ്ക്കായി പോയിടത്തു നിന്നു സങ്കടം പറഞ്ഞാൽ ആരും കേൾക്കാനില്ലാത്ത, കരഞ്ഞാലൊന്ന് ആശ്വസിപ്പിക്കാൻ ആരുമില്ലാത്ത. പക്ഷെ ഞാനൊരു കാര്യം പറയാം കേട്ടോ, അങ്ങനെ ആരും കരയുന്ന കണ്ണുനീർ കാണുവാനില്ലാത്ത, ആരും നിന്റെ സങ്കടം കേൾക്കുവാനില്ലാത്ത സ്ഥാനത്തേക്ക് നീ അങ്ങനെ വീണുപോയത് നല്ലതാണ്. അത് നിന്റെ ഭാഗ്യമാണ്. ചില ദുഷ്ടന്മാരുടെ ഇടയിലോട്ടെങ്ങാനുമാണ് വീണിരുന്നെങ്കിൽ നിന്റെ കണ്ണീര് വരുന്ന കണ്ണിനെ അവർ കുത്തിപ്പൊട്ടിച്ച് നിന്റെ സങ്കടം പറയുന്ന നാവിനെയും പിഴുതെടുത്തോണ്ട് അവർ പോയേനെ. അങ്ങനത്തെ ആളുകളാണ്. കരയുന്നവനെ പോലും വെറുതെ വിടാത്ത, തകർന്നു കിടക്കുന്നവനെ പോലും. അതുപോലെ അല്ലല്ലോ, ആരും കേൾക്കാനില്ലെന്നല്ലേ ഉള്ളൂ. ആ മുറിക്കകത്ത് നീ ഒറ്റയ്ക്ക് കരയ്, എൻ്റെ യേശു നിന്റെ പ്രാർത്ഥന കേൾക്കും. ആമേൻ. ഒറ്റപ്പെട്ടു പോയ നിന്നെ കാണുന്ന യേശുവുണ്ട്. തിരികെ കൊണ്ടുവരുവാൻ എൻ്റെ യേശുവിന് കഴിയും. ആമേൻ, സ്തോത്രം. അവിടേക്ക് അവൻ തിരികെ കൊണ്ടുവരും. തിരികെ കൊണ്ടുവന്നപ്പോൾ ആ വരവിൻ്റെ ഒരു ലെവൽ വേറെയാണ്. എറിഞ്ഞു കളഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു നേരത്ത് ഈ വീട്ടിലെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇനി ഇതിവിടെ ഇരിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു ശല്യമാകണ്ട എന്ന് കരുതിയായിരിക്കാം എറിഞ്ഞു കളഞ്ഞത്. പക്ഷേ തിരിച്ചെടുക്കുമ്പോൾ പേരും പെരുമയുള്ള എല്ലാവരും നിൽക്കുക. എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവിടെ നിന്ന് ബാല്യക്കാരൊക്കെ പോയിട്ട് ഈ കൽപാത്രത്തെ ആ വീണ സ്ഥാനത്ത് നിന്ന് അതിനേറ്റ പരിക്കുകളെയൊക്കെ ശരിയാക്കി, മീൻസ് മഴ കൊണ്ടു, പൊടിയടിച്ചു, ചീത്തയായ വെള്ളം കെട്ടി നിൽക്കുന്ന കഴുകി ശുദ്ധീകരിച്ചു. സ്തോത്രം. എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുക. നിന്റെ മടങ്ങി വരവ് എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു ലോർഡ്. യേശു നിന്നെ മടക്കി വരുത്തുന്നത്. മാതാവേ, നിന്റെ മക്കൾ വീണുപോയ സ്ഥാനത്ത് നിന്ന്, എറിയപ്പെട്ടു പോയ, മനുഷ്യരാലും പിശാചിനാലും എറിയപ്പെട്ടു പോയ ആ സ്ഥാനത്ത് നിന്ന് എൻ്റെ യേശു അവരെ തിരികെ കൊണ്ടുവരുന്നതുണ്ടല്ലോ. എല്ലാവരും ശ്രദ്ധിക്കും. പേരും പെരുമയും ഉള്ളവരെല്ലാം ശ്രദ്ധിക്കും വിധത്തിൽ. ആമേൻ. കർത്താവ് നിന്റെ തലമുറയെ തിരികെ കൊണ്ടുവരിക യേശുവിൻ നാമത്തിൽ. എത്ര പേർ വിശ്വാസത്തോടെ ഒരു ആമേൻ പറയും? നിന്റെ വീട്ടിനകത്ത് സഹോദരി സഹോദരൻ, നിന്റെ തലമുറയുടെ തിരികെ വരവ് ഇന്ന് ഈ സമയം ഞാൻ പ്രവചിക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ. അത് 4 പേർ അറിയും, പേരുള്ളവർ കാണും, പെരുമയുള്ളവർ. ആമേൻ, സ്തോത്രം. ഇതൊരിക്കൽ എൻ്റെ കാതുകളിൽ ഏറ്റവും ക്ലോസായി എൻ്റെ യേശുവിനോട് പറഞ്ഞ ആലോചനയാണ്. എന്നോട് ഞാനത് ഇന്ന് നിങ്ങളോട് പറയുന്നു. ഞാൻ മുമ്പ് എന്നോട് യേശു പറഞ്ഞത്, ആമേൻ, ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും, യേശുവേ അതെപ്പോഴാണ് സംഭവിക്കുന്നത്? എന്നാൽ ഒരു മീറ്റിങ്ങിന് ഒരു
കൺവെൻഷൻ പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോൾ തമിഴ്നാട്ടിലൊരു മീറ്റിങ്ങിൽ സ്റ്റേജിൽ പേരുള്ള പറഞ്ഞാൽ ഒരു പക്ഷേ പൊങ്ങച്ചമെന്ന് കരുതും, സ്തോത്രം, അധികാരമുള്ള ചില പൊസിഷനുകളിൽ ഇരിക്കുന്നവർ അവർ കയറിപ്പോകുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈ തന്ന് സ്വീകരിച്ച്, സ്തോത്രം, ആർക്കും വേണ്ടാതെ, എൻ്റെ വീട്ടുകാർക്ക് അങ്ങനെ വലിയ പേരൊന്നും ഉള്ളവരല്ല, എന്നെ ഒഴിവാക്കിയുള്ള പേര് മാത്രമേ ഉള്ളൂ അവർക്ക്. ആമേൻ. അതൊരു പേരാ, അങ്ങനെ ഇരിക്കട്ടെ. പേരില്ലാത്തവർ ഒഴിവാക്കി പേരുള്ളവരുടെ മധ്യത്തിലേക്ക് യേശു എന്നെ തിരികെ നടത്തി. ഓ, നിന്നെ ഒഴിവാക്കിയവർക്ക് എത്ര പേരുണ്ട്, അവരെത്രത്തോളം പ്രശസ്തരാണ്, അവർക്ക് എന്തൊക്കെ കഴിവുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിന്നെ സ്വീകരിക്കുന്നവർ അവർ വേറെ ലെവലാണ്. കാരണം യേശു നിന്നെ കണ്ടിട്ടുണ്ട്. യെസ്, യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്നെ സ്വീകരിക്കുന്നവർ വേറെ ലെവലാണ്. യേശു കണ്ട നിന്നെ സ്വീകരിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്നവർ വേറെ ലെവലാണ്. ആമേൻ, സ്തോത്രം. ആ വീട്ടിനകത്തേക്ക് എല്ലാവരും നോക്കി നിൽക്കേ പുറത്തു കിടന്ന കൽപ്പാത്രങ്ങൾ വരിക മാത്രമല്ല, നോക്കൂ, 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 2-ാമത്തെ യോഹന്നാൻ സുവിശേഷം 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു ആ കൽപ്പാത്രങ്ങളുടെ അവസ്ഥയെ മാറ്റുക, ആ കൽപ്പാത്രങ്ങളെ നിറയ്ക്കുക. അന്ന് വരെ ആ കൽപ്പാത്രം നിറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് യേശു ആ കൽപ്പാത്രത്തെ നിറയ്ക്കുക. അന്ന് വരെ വെള്ളം വെറും വെള്ളമാണ്, ശുദ്ധീകരിക്കുവാൻ വേണ്ട, കാല് കഴുകുവാൻ വേണ്ട വെള്ളമാണ് ആ കൽപ്പാത്രത്തിൽ നിറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അന്ന് ആദ്യമായി യേശു ആ കൽപ്പാത്രത്തെ കണ്ടതുകൊണ്ട് അതിൽ വീഞ്ഞു നിറയുവാൻ തുടങ്ങി. സ്തോത്രം. ഇതുവരെ നിന്നിൽ നിറഞ്ഞിട്ടില്ലാത്തത് എൻ്റെ യേശു നിന്നിൽ നിറയ്ക്കുവാൻ പോകുക. സഹോദരി, സഹോദര, ഇതുവരെ നിന്നിൽ നിറഞ്ഞിട്ടില്ലാത്തത് എൻ്റെ യേശു നിന്നിൽ നിറയ്ക്കുവാൻ പോകുക. നീ എന്തിനു കൊള്ളാമെന്ന് ചോദിച്ചവർ പാനം ചെയ്ത് സന്തോഷിക്കുവാൻ, ഇതുപോലൊരു ഭാര്യ, ഇതുപോലൊരു ഭർത്താവ്, ഇതുപോലെ മക്കൾ, ഇതുപോലെ അമ്മയപ്പന്മാർ, ഇതുപോലൊരു സഹോദരൻ, ഇതുപോലൊരു സഹോദരി, ഇതുപോലൊരു പാസ്റ്റർ. ഓ, ആ അത്ഭുതത്തിൻ്റെ വ്യാപ്തി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, എനിക്കിത് ഏറ്റവും വലിയ അത്ഭുതമായി, യേശു ചെയ്ത ഏറ്റവും വലിയ അത്ഭുതമായി എനിക്ക് ഫീൽ ചെയ്യുവാനുള്ള കാരണം, വെറും വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്ന കൽപ്പാത്രങ്ങളിൽ വീഞ്ഞു നിറയുവാനായി തുടങ്ങി. ഒന്നിനും പ്രയോജനമില്ലാത്ത, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ളത് പോലത്തത് തന്നെ. പറയട്ടെ, ഇതുവരെ നിന്റെ കുടുംബത്തിൽ ആരിലും നിറഞ്ഞിട്ടില്ലാത്തത്. നോക്കൂ, 2-ാമത്തെ 10-ാമത്തെ വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ സാക്ഷ്യപ്പെടുത്തുക, പേരും പെരുമയും ഒക്കെ ഉള്ളവർ, അല്ല ആപ്പയും ഉപ്പയും ഒന്നുമല്ല, പേരും പെരുമയും പ്രശസ്തിയുമുള്ളവർ സാക്ഷ്യപ്പെടുത്തുക, ഞങ്ങൾ ഇതുപോലൊന്നും രുചിച്ചിട്ടില്ല. നിന്റെ മകനെക്കുറിച്ച്, നിന്റെ മകളെക്കുറിച്ച്, നിന്റെ കുടുംബത്തെക്കുറിച്ച്, നിന്റെ ശുശ്രൂഷയെക്കുറിച്ച് അതെ പറയും. ആമേൻ. ഇതുപോലൊരു ദൈവസാന്നിധ്യം, ഇതുപോലൊരു ബലപ്പെടുത്തൽ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല, ഇതുപോലൊരു സന്തോഷം ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. ഇതുപോലെ എനിക്കറിയത്തില്ല ആരുടെയൊക്കെ ജീവിതം മാറുക. ഈ ആഴ്ച സാക്ഷ്യങ്ങളുടെ ആഴ്ച. യേശുവിൻ നാമത്തിൽ ആദ്യമായി വിളിച്ച് സാക്ഷ്യം പറയാൻ പോവുക. നമ്പർ നോട്ട് ചെയ്തോ, യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. നോക്കൂ, വേഗത്തിൽ പറഞ്ഞു പോകട്ടെ, സമയമില്ലല്ലോ. എല്ലാവരും ആശ്ചര്യപ്പെടുത്തുന്നത് കൊണ്ട് യേശു ആ പാത്രങ്ങളെ നിറയിപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വന്നേക്കാം, ദേവദാസനെ, എന്തായിരിക്കും ആ പാത്രത്തിനുണ്ടായിരുന്ന പ്രത്യേകത? തള്ളപ്പെട്ട, ഒഴിവാക്കപ്പെട്ട പാത്രമാണ്, അത് മാത്രമാണോ? നോ. ആ പാത്രത്തെക്കുറിച്ച് പറയുന്നു 2-ാമത്തെ 6-ാമത്തെ വാക്യത്തിൽ, അത് യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമമനുസരിച്ച്, അതെ, ശുദ്ധീകരണ നിയമമനുസരിച്ച് വെള്ളം സൂക്ഷിക്കുന്ന, ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന പാത്രമാണ്. ആ പാത്രത്തിൻ്റെ കുഴപ്പം അതായിരുന്നു. നിന്നിൽ അവർക്കുള്ള കുഴപ്പം അതായിരുന്നു. എന്ത് കാര്യത്തിനും അത് തന്നെ. പ്രാർത്ഥിക്കാൻ പറയും, പള്ളിയിൽ പോകാൻ പറയും, അയ്യോ അങ്ങനെ ചെയ്യരുത് മക്കളെ, അങ്ങനെ ചെയ്യരുത്. ഓ, ഈ അമ്മ എന്ത് ചേട്ടാ ആ വഴിക്ക് പോലെ അങ്ങനെ, അയ്യോ എവളെ കൊണ്ടൊരു നിവൃത്തിയില്ല. അത് തന്നെ
എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും കർത്താവിന് വേണ്ടി നിൽക്കുക, പ്രാർത്ഥിക്കുക, പള്ളിയിൽ പോകുക. അയ്യോ, നിന്നെ ആവശ്യമില്ല. നിന്നിലൊരു വിശുദ്ധിയുണ്ട്, നിന്നിലൊരു നീതിയുണ്ട്. നീ പ്രാർത്ഥിക്കുന്നവനാന്നേ, നീ പ്രാർത്ഥിക്കുന്നവളാന്നേ. അതുകൊണ്ടാ അവർ നിന്നെ എറിഞ്ഞത്, യേശു നിന്നെ കണ്ടതും. അമേൻ. ചുമ്മാ യേശു നിന്നെ കണ്ടെന്നല്ല. അമേൻ. പ്രാർത്ഥിക്കുന്ന നിന്നെ യേശു കണ്ടു. നിന്റെ കുടുംബം നന്നായിരിക്കണമെന്ന്, കർത്താവിന്റെ ഹിതപ്രകാരം നിന്റെ കുടുംബമായി തീരണമെന്ന് ആഗ്രഹിച്ച അശുദ്ധിയിൽ വീണു പോകാതെ നിന്റെ കുടുംബം, നിന്റെ ഭർത്താവ്, നിന്റെ തലമുറ, നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിന്റെ പ്രിയപ്പെട്ടവർ അവർ നിൽക്കണമെന്ന് നീ ആഗ്രഹിച്ചത് കൊണ്ട്, നീ അശുദ്ധനായി തീരത്തില്ല എന്ന് പിടിവാദം പിടിച്ചത് കൊണ്ട് അവർ വലിച്ചെടുത്ത് പുറത്ത് കളഞ്ഞത്. അവിടെ കിടന്ന് നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അകത്ത് 4 പേർ അറിയുന്നവരുടെ മുമ്പിൽ എൻ്റെ കർത്താവ് നിന്നെ കൊണ്ടുവന്ന് നിർത്തും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടി വരുത്തുക. അതുപോലെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറിയതുപോലെ അനേകർക്ക് അനുഗ്രഹമായി മാറും വിധത്തിൽ നിങ്ങൾക്കും അവർക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയും. ഈ പ്രോഗ്രാം സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് സ്പോൺസർ ചെയ്തുകൊണ്ട്. അതുപോലെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. പ്രൈസർ ഫാമിലിയുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങൾക്കൊപ്പം. എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസ് ചർച്ച് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ രാവിലെ 11:30 മണി മുതൽ നിങ്ങൾക്ക് ലൈവായി ജോയിൻ ചെയ്യാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിനടുത്ത് കാക്കാമുലയിൽ ചാമവിള എന്ന സ്ഥലത്ത് നമ്മുടെ സഭാരാധന നടക്കുന്നുണ്ട്. കടന്നു വരുവാൻ താല്പര്യമുള്ളവർ, കടന്നു വരുവാൻ കഴിയുന്ന ദൂരപരിധിക്കുള്ളിലായിരിക്കുന്നവർ ശ്രദ്ധിക്കുക, കടന്നു വരിക. അല്ലാത്തവർക്ക് ലൈവിൽ ജോയിൻ ചെയ്ത് ചേർന്ന് പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട്. വൈകുന്നേരം 3 മണി മുതൽ നെയ്യാറ്റിൻകര, അമരവിള, താന്നിമൂട് MS പ്ലാസയുടെ താഴെ നമ്മുടെ പഴയ സുമംഗലി ഓഡിറ്റോറിയം ഉണ്ടല്ലോ, അതിന് ഫ്രണ്ടിലായിട്ട് നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. കടന്നു വരിക, അനുഗ്രഹം വയ്ക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കുക. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അടിയൊരൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ തള്ളപ്പെട്ടു പോയി, ഒഴിവാക്കപ്പെട്ട്, എറിയപ്പെട്ടവരായി ഇവരടിയൻ്റെ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കുന്നു. അങ്ങ് തിരികെ കൊണ്ടുവന്ന് അസൂയ തോന്നും വിധത്തിൽ, മറ്റുള്ളവർ ആശ്ചര്യപ്പെടും വിധത്തിൽ ചിലയിടങ്ങളിലങ്ങ് നിർത്തണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകി മാനിക്കണമേ. തൊഴിൽ സംബന്ധമായ എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. ഇൻ്റർവ്യൂ കഴിഞ്ഞ് കാത്തിരിക്കുന്നവർക്ക് നല്ല ജോലികളെ നൽകണമേ അപ്പ. വിദേശ രാജ്യങ്ങളിൽ കടന്നുപോയി എന്നിട്ടും നല്ല ജോലികൾ ലഭിക്കാതെ ഭാരത്തോടെ ആയിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകി അവരെ അങ്ങ് മാനിച്ചാട്ടെ. യേശുവേ, തൊഴിൽ സംബന്ധമായ എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. ലഭിക്കേണ്ട നന്മകളും ആനുകൂല്യങ്ങളും പ്രമോഷനുകളും ലഭിക്കട്ടെ. രോഗികൾക്ക് വേണ്ടി അപ്പോൾ ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാക്കി. താങ്ക് യു. ആ തലവേദനയാൽ ഭാരപ്പെടുന്ന മാതാവ് കരം വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് തൊട്ട് സൗഖ്യമാക്കുക. നടുവേദന മാറിപ്പോകുക യേശുവിൻ നാമത്തിൽ. കാലുകൾക്ക് ബലമില്ലാതെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റാൽ നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ യേശുവിൻ സൗഖ്യമാകാം. എല്ലാ ക്യാൻസറുകളും മാറിപ്പോകട്ടെ. എല്ലാ ട്യൂമറുകളും താങ്ക് യു ലോർഡ് പൊഴിഞ്ഞു പോകട്ടെ. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ജന്മനാളുള്ള രോഗത്താൽ ആശുപത്രികൾ കയറിയിറങ്ങുന്ന മാതാവും മകളും, കർത്താവ് പ്രിയ മാതാവ് നിന്റെ മകളെ ഇപ്പോൾ തൊട്ട് സൗഖ്യമാക്കുക. യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിച്ച കൃപയ്ക്കാം. എല്ലാ കടഭാരങ്ങളും മാറട്ടെ. പലിശ കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കപ്പെടണം. യേശുവേ, ഇവർക്ക് മുമ്പിൽ വഴികൾ തുറക്കപ്പെടട്ടെ. എല്ലാ ഇല്ലായ്മകളും മാറട്ടെ. താങ്ക് യു ലോർഡ്. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. പലിശക്കടങ്ങളെയും ജപ്തി നോട്ടീസുകളെയും ജപ്തി നടപടികളെയും ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങൾ പണിയട്ടെ. മനോഹരമായ ഭവനങ്ങൾ പണിത് ഉയർത്തട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ. തലമുറകൾ അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. ഭാവിക്ക് മേലുള്ള എല്ലാ വെല്ലുവിളികളും വഴിക്ക് മാറട്ടെ. മദ്യപാന, വ്യഭിചാര, വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്ത് മാറിപ്പോകട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ഡിവോഴ്സുകളും മാറിപ്പോകട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. ശുശ്രൂഷകൾ ചെയ്യുന്നവർ, ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. വലുതും ചെറുതുമായ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും
ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.